അതിനെതിരെ UDF നടത്തുന്ന സമരത്തിൽ പങ്കാളിയാകും. ഇതിനു മുമ്പ് ഞാൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, ഈ വന്യജീവികളും വനവുമായി ബന്ധപ്പെട്ട കർഷകരുടെ പ്രശ്നങ്ങളിൽ സത്യസന്ധമായി ആര് സമരം നടത്തിയാലും അതിനെ പിന്തുണക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പങ്കെടുക്കലാണ് ഇന്ന് 10 മണിക്ക് ഈ ജാഥയിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ ലീഗിൻ്റെ വേദിയിൽ സജീവമായി തന്നെ പങ്കെടുക്കുന്നു, ഇന്ന് കോൺഗ്രസിൻ്റെ വേദിയിൽ, അങ്ങനെ സജീവമായിട്ട് UDFൻ്റെ ഭാഗമായി ഔദ്യോഗികം അല്ലെങ്കിൽ പോലും ആയി കഴിഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെയൊന്നും ഞാൻ പറയേണ്ടത്. നമ്മളെന്താ പറഞ്ഞത്, പരിപൂർണമായിട്ടും നിരുപാധിക പിന്തുണയാണ് പിണറായി സത്തെ താഴിറക്കാൻ. ഞാൻ എൻ്റെ MLA പദവി രാജിവെക്കുന്ന ആ സദസ്സിൽ നിലമ്പൂരിലെ ജനങ്ങളോട്, കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് പറഞ്ഞ ഒരു വാക്കതാണ്, പിണറായി സം അവസാനിപ്പിക്കണം. കാരണം അത്ര വലിയ ദുരിതത്തിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത്. ഇനി ഏകദേശം 400-410 ദിവസമാണുള്ളത്. ഈ 410 ദിവസത്തിലെ ഓരോ ദിവസവും ഈ പിണറായി സത്തെ താഴിറക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ആലോചിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവൃത്തി പദത്തിലാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിന് ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത തോൽവിയുടെ പ്രഹരം ഈ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പിലുണ്ടാകും. അതിനെതിരെയുള്ള ആ പ്രഹരത്തിൻ്റെ ആരംഭമായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മലയോര വിഷയം, മലയോര കർഷകർ അനുഭവിക്കുന്ന വന്യജീവി വിഷയം ഇത് ഉയർത്തിക്കൊണ്ടാണ് UDF ഈ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ചത്. സ്വാഭാവികമായിട്ടും ഒരു മലയോര മേഖലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നാണ് എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എൻ്റെ മണ്ഡലത്തിലെ 70% ഈ വനാതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളെ പുറത്തുണ്ടാകുന്നതാണ്. നെടുവിനെ സംബന്ധിച്ചും വലിയ വിഷയത്തിലും പ്രയാസത്തിലാണ് ജനങ്ങൾ. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു, അങ്ങനെ ബില്ലിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയുമായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് അതിനെത്തിച്ച് കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവന്ന് ഒരു മലയോര മേഖലയിൽ MLA നിലക്ക് മലയോര കർഷകരുടെ, മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനാണ് ഞാൻ എൻ്റെ MLA-ഷിപ്പ് ധരിച്ചത്. അത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ പറയുന്ന മനുഷ്യത്വ വിരുദ്ധ ഫോറസ്റ്റ് നിയമ ഭേദഗതി പിൻവലിച്ചത്. അതൊക്കെ ജനങ്ങൾ കണക്കാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിഫലനം ജനങ്ങൾക്ക് എന്താ ചെയ്യും, മറ്റേ വോട്ടിലൂടെ ചെയ്യുന്നത്. അത് നിലമ്പൂരിലെ ബൈ-ഇലക്ഷനിൽ പ്രതിഫലിക്കും. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും. പ്രവേശനത്തിന്റെ അവസാനത്തെ ചവിട്ടുപടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതെ, എന്നെ നേരിട്ട് വിളിച്ചത് അദ്ദേഹം തന്നെയാണ്. ഞാനാണ് വയനാട്ടിൽ വെച്ചിട്ട് മിനിയാന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇങ്ങനെ ജാഥയുടെ ഒരിക്കൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഞാൻ പറഞ്ഞതാണ്. അതൊരു കുറവായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ വലിയൊരു കുറവായിട്ട് ഇവിടെ പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കുള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാൻ യാതൊരു മടി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഈ പറയുന്ന മാനന്തവാടിയിൽ വെച്ച് മിനിയാന്ന് കാണുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ജാഥ നിലമ്പൂരിൽ എനിക്കത് പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞത്. അതിനെന്താ ഞാൻ കൂടിയാലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. അദ്ദേഹം നേരിട്ട് UDF നേതൃത്വമായി കൂടിയാലോചിച്ചിട്ടായിരിക്കുമല്ലോ എന്നെ നിലകുറിച്ച് പറയുന്നത്. നിലമ്പൂരിൽ എന്തായാലും പങ്കെടുക്കും. സ്വാഭാവികമായും അദ്ദേഹത്തോട് നന്ദിയുണ്ട്, UDF-നോട് കിടപ്പാടുണ്ട്.